വേട്ടയ്യൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും നായകനാകുന്ന ചിത്രമാണ് കൂലി. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് നിർമ്മിക്കുന്നത്. രജനീകാന്തിനൊപ്പം നാഗാർജുന, ഉപേന്ദ്ര, സൗരഭ് ശുക്ല, സത്യരാജ്, ശ്രുതി ഹസൻ, റേബ മോണിക്ക ജോൺ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ഒപ്പം ബോളിവുഡ് താരം അമീർ ഖാൻ ചിത്രത്തിൽ ക്യാമിയോ റോളിൽ എത്തുന്നുവെന്നും വിവരമുണ്ട്. നടി പൂജ ഹെഗ്ഡെ ചിത്രത്തിലെ ഒരു ഗാനത്തിലും എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ടീസർ അടുത്തുതന്നെ പുറത്തിറങ്ങുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ചിത്രത്തിന്റെ സംവിധായകനായ ലോകേഷ് കനകരാജിന്റെ ജന്മദിനത്തിലാവും ടീസർ എത്തുക എന്നാണ് വിവരം. മാർച്ച് 14 ലോകേഷിന്റെ ജന്മദിനം. അനിരുദ്ധ് രവിചന്ദ്രൻ സംഗീത സംവിധാനവും GK വിഷ്ണു ഛായാഗ്രഹണവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ റിപ്പോർട്ടുകൾ അടുത്തിടെ വന്നത് വലിയ വാർത്തയായിരുന്നു. ഈ ചിത്രത്തെക്കുറിച്ച് നടൻ സുദീപ് കിഷൻ പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ചിത്രത്തിന്റെ ആദ്യ 45 മിനിറ്റ് കണ്ട സുദീപ് കിഷൻ ഈ ചിത്രം തമിഴിലെ ആദ്യത്തെ 1000 കോടി രൂപ കളക്ഷൻ നേടുമെന്നാണ് അഭിപ്രായപ്പെട്ടത്. കൂലിയിൽ രജനീകാന്ത് ഒരു ഗാങ്സ്റ്റർ വേഷത്തിലാണ് എത്തുന്നത് എന്നാണ് വിവരം. സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ ചിത്രം ഓഗസ്റ്റ് മാസത്തിൽ റിലീസ് ചെയ്തേക്കുമെന്നാണ് വിവരം. രജനീകാന്തിന്റെ 171ാമത് ചിത്രമാണ് കൂലി. ജയിലർ 2 ആണ് രജനീകാന്തിന്റേതായി അണിയറയിലൊരുങ്ങുന്ന മറ്റൊരു ചിത്രം. ആദ്യ ഭാഗം സംവിധാനം ചെയ്ത നെൽസൺ ദിലീപ് കുമാർ തന്നെയാണ് രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുന്നത്. ആദ്യ ഭാഗത്തെ പല നടന്മാരും തിരിച്ചെത്തുമെങ്കിലും പുതിയ മുഖങ്ങളും ചിത്രത്തിലുണ്ടാകുമെന്നാണ് വിവരം. ഇതിനു മുൻപ് ശിവരാജ് കുമാർ ഈ ചിത്രത്തിൽ ഇല്ലെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം വീണ്ടും എത്തിയേക്കുമെന്നാണ് വിവരം. സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം അനിരുദ്ധാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.